കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു അറ്റത്ത് വിളിച്ചിരിക്കില്ല, ആ അറ്റത്ത് വിളിച്ചിരുന്ന ഡിസംബറും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. നല്ല തണുപ്പൂടെ ആയപ്പോൾ അടിപൊളിയുണ്ട്. നമ്മുടെ ഈ മാസം ഇവിടെ എത്തിയിട്ടുണ്ട്. ഡിസംബറെ പുറത്തേക്ക് വന്നേക്ക്. ആ കണ്ടുപിടിച്ചു ഗൈസ്, കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. എങ്ങനെ കണ്ടുപിടിച്ചേ? ടൈം ആയിട്ടുണ്ട്. ഹലോ ഗായ്സ്, എല്ലാവർക്കും മിസ്റ്റർ നാഷിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹൈഡ് ആൻഡ് സീക്കാണ് നടത്താൻ പോകുന്നത്. ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തുണ്ട്, അകത്തുണ്ട്. സോ ഞാനാണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. 5 മിനിറ്റ് തരും, പോയി വിളിച്ചോ. ഞാൻ വിളിക്കുന്നത് ബാക്ക് വശത്താണ്. അവൻ എഴുതാൻ പോയിട്ടുണ്ട്. ഞാൻ അവിടെ പറമ്പിൽ പോയിട്ട് വിളിക്കാം വിചാരിക്കാം. അപ്പോൾ കേസ് നമുക്ക് പറമ്പിൽ പോയിട്ട് വിളിക്കാം. ഞാൻ പറമ്പിൽ വിളിച്ചിട്ടുണ്ട്. ഈ 7ക്ക് 5 മിനിറ്റാണ് വിളിക്കാനുള്ള ടൈം വന്നിരുന്നത്. അപ്പോൾ കേസിന് 1 മിനിറ്റ് കൂടെ ഉള്ള അവൻ വരാൻ വേണ്ടിയിട്ട്. കേസ് 18 ആയിട്ടോ. എവിടെ ഉണ്ടാകുന്ന പറയാൻ പറ്റില്ല ഗൈസ്, പുറത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. ഗൈസ് നമ്മുടെ ജസ്റ്റിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. വെറും 56 സെക്കൻഡുകൾ കൊണ്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ജസാമരം പോയിട്ട് വാ. 5 മിനിറ്റ്, 4:24 വരെ. അപ്പോൾ ഗൈസ്, ഞാൻ വിളിക്കുന്നത് എവിടെയാണെന്ന് അറിയുമോ? ഇതൊക്കെ ഞാൻ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഇതിൻ്റെ മേലെ എന്നെ വിളിക്കാൻ പോകുന്നു. അവരൊട്ടും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. 56 സെക്കൻഡിനുള്ളിൽ അവരൊട്ടും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അതെനിക്ക് ഉറപ്പാണ് ഗൈസ്, എനിക്ക് ഉറപ്പാണ്. കയറാനാണ് ബുദ്ധിമുട്ട്. ഗൈസ്, ഇവിടെ നമ്മൾ ഇതിൻ്റെ മേലെ കയറണം. ഇനി ഗൈസിന് നമ്മൾ താഴ്ന്ന് കിടക്കണം. താഴ്ന്ന് കിടന്നാണ് നമുക്ക് കാണാതിരിക്കുമോ നമ്മളെ. 56 സെക്കൻഡിനുള്ളിലാണ് ഞാൻ ജസവർത്തിനെ കണ്ടുപിടിച്ച്. എൻ്റെ എത്ര വന്നാവോ ഗൈസ്? മുടിൻ്റെ വെയിലാണ് ഗൈസ്. എനിക്ക് വേണ്ടി അവരവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ജസ്റ്റ് മിസ് തന്നെ രക്ഷപ്പെട്ട ഗൈസ്. അപ്പോൾ ഗൈസ്, അവരത്തിൻ്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്തലുണ്ട്, പറമ്പിലുണ്ട് ഗൈസ്. കണ്ടുപിടിച്ചു ഗൈസ്. എങ്ങനെ കണ്ടുപിടിച്ചേ? എങ്ങനെയാണ് കണ്ടുപിടിച്ചേ? സമയം എങ്ങനെ കണ്ടുപിടിച്ചേ? അതൊക്കെ ഞാൻ കയറി. എങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറയൂ. ഇതിമെന്ന് എങ്ങനെ ഇറങ്ങുമോ ഞാൻ മറന്നുപോയി ഗൈസ്. അവന് ഇതിൻ്റെ മേലെ എന്ത് സമയം എന്ന് പറയും? 4 മിനിറ്റ് 18 സെക്കൻഡ്. റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അവനാണ് കേട്ടോ എന്തിന് ബാക്കിലോട്ടാണ്. ബാക്കിൽ പക്ഷേ വിളിക്കുന്നതാണ്. ഞാൻ കാറിൻ്റെ അവിടെ പോയിരിക്കാം. ഈ മേലെ തോന്നുന്നു. ഇവിടെ എൻ്റെ കാർ നിർത്തിയിട്ടുണ്ട്. അതിനൊക്കെ കേട്ടോ ഞാൻ എവിടേക്കാണ് ഒളിച്ചിരിക്കുന്നത്? നന്നായി കാണാൻ പറ്റുന്ന സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നത്. എന്നാൽ എന്നെ പോലും വെച്ചിരിക്കും.
കണ്ടെടുക്കാൻ കുറച്ച് സമയം പിടിക്കുന്നൊരു സന്തോഷിച്ചിരിക്കും എന്നെ പോലെ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ടൈം കൊടുക്കുക. അടുത്ത ഞാനാണ് വിളിക്കുന്നത്. അതിന് എനിക്ക് വിളിക്കാൻ ബെസ്റ്റായിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ജസാമർ ഒരിക്കലും കണ്ടുപിടിക്കാത്ത സ്ഥലമാണ്. ഈ വീടിൻ്റെ അകത്താണ്. എൻ്റെ റൂം ആകെ അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോൾ അലങ്കോലത്തിൻ്റെ ഇടയിൽ ഞാൻ ഒരു സ്ഥലം ഉണ്ടാക്കുന്നു. അതായത് എൻ്റെ സൈഡിലൊരു ഷെൽഫുണ്ട്, ഒരു അലമാറുണ്ട്. ആ ഷെൽഫിൻ്റെ അലമാറിൻ്റെ ഇടയിൽ ചെറിയൊരു സ്പേസ് ഉണ്ട്. എന്നെ കൊള്ളുന്നു തോന്നുന്നു അതിൻ്റെ ഇടയിലായിരിക്കും. അതിൻ്റെ ഇടയിൽ ഒരിക്കലും ഒരാളും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. ഗൈസ്, നമ്മുടെ ഒപ്പം ചേരുന്നില്ല. അപ്പോൾ ഗൈസ്, ടൈമായിട്ടുണ്ട്. പ്രാവശ്യം ജസാമറും നല്ലൊരു സ്ഥലത്ത് നിന്ന് ഒളിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത. ഗൈസ്, നമുക്ക് ബാക്കിൽ കൂടെ കയറി വെക്കാം. ഇനി നമ്മുടെ ഓരോ മൂവ്മെൻറ്റും സൗണ്ട് ഉണ്ടാക്കാതായിരിക്കണം, അല്ലെങ്കിൽ ജസാമറെ മലയിട്ടാവും. സ്റ്റോർ റൂമിലില്ല. ഒന്നുമില്ല, ബാത്റൂമിൽ ആരാന്ന് നോക്കിയതാ. നമ്മുടെ അനീസ് പ്രോ ആയിരുന്നു ഗൈസ്. എൻ്റെ റൂമിലുണ്ടാവാൻ സാധ്യതകൾ കുറവാണ്. എന്തായാലും നോക്കാം. 2 മിനിറ്റ് 20 സെക്കൻഡായി. ഇവിടെ ഒന്നുമില്ല ഗൈസ്. പുറത്തന്നെ ആവാൻ സാധ്യതയുണ്ട്. കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. 2 മിനിറ്റ് 44 സെക്കൻഡ്. അപ്പോൾ ഗൈസ്, ഞാൻ ഒളിച്ചിരിക്കാൻ പോവുകയാണ്. ഈ 4:45 വരെ പോയിക്കോ. ഒളിച്ചിരിക്കാൻ പോവുകയാണ്. പുറത്തന്നെ ഒളിച്ചിരിക്കാം ഗൈസ്. അതിനെ വെറുതെ പറഞ്ഞാണ്, സമരത്തിനെ കേൾപ്പിക്കാൻ വേണ്ടി പുറത്ത് ഒളിച്ചിരിക്കാൻ എന്ന് വെറുതെ പറഞ്ഞാണ്. വാതിൽ തുറന്നിട്ട അല്ലെങ്കിൽ സംശയം തോന്നും. ഇവിടെ ഫാനൊന്ന് ഓണാക്കാൻ പറ്റില്ല. ഫാനുണ്ട്, പക്ഷെ ഓണാക്കിയാൽ സീനാവും. ജസാമർ പെട്ടെന്ന് കണ്ടുപിടിക്കും. എൻ്റെ സ്ഥലം കാണിച്ച ഇവിടെയാണ് എൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. ഈ ഇടുക്കിൽ ഗൈസ്, ഈ വാതിൽ ഞാൻ തുറന്നു വിടുകയാണ്. അപ്പോൾ ഞാൻ കണ്ടെടുക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. 4:44 ഞാൻ വിളിക്കാൻ പോയിട്ടുണ്ട്. നമുക്കില്ലേ വീട്ടിൻ്റെ ഉള്ളിൽ വിളിക്കാം. ബട്ട് അവരിതുവരെ വീട്ടിനുള്ളിൽ വിളിച്ചില്ല. ഞാൻ അവനിതുവരെ വീട്ടിനുള്ളിൽ വിളിച്ചില്ല. അപ്പം അടുത്ത അവൻ എണ്ണുമ്പോൾ ഞാൻ വീട്ടിനുള്ളിൽ അവർ വിളിക്കാം. അപ്പോൾ ഇതിപ്പം 3ാമത്തെ റൗണ്ടാണ് തോന്നുന്നു. ഭയങ്കര വേർക്കലാണ് ഗൈസ്. നേരത്തെ ഞാൻ മേലെ ആ ബാത്റൂമിൻ്റെ മേലെ കയറുന്നപ്പോൾ ഒരു വേർക്കലുണ്ട്. ഇതിനെക്കാട്ടും ഭയങ്കര കുറേ. പക്ഷെ ഇപ്പോഴും ഭയങ്കര വേർക്കലാണ് ഗൈസ്. ഗൈസ്, ആരോ വന്നിട്ട് ഇവിടെ ഫാൻ ഇട്ടിരിക്കുകയാണ് ഗൈസ്. 5 മിനിറ്റായി ഗൈസ്. ഇവിടെ വലിയൊരു ഹോളുണ്ട്, അതാണ് പ്രശ്നം. വലിയ റിസ്ക്കാണ് ഗൈസ്. 8 മിനിറ്റായി ഇതുവരെ ഈ റൂമിൽ ജസാമറെ വന്നിട്ട് പോലുമില്ല ഗൈസ്. എന്താണ് ജസാമറെ ഇങ്ങനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. കാണില്ല, പുറത്തേക്ക് ആയോ? പുറത്തേക്ക് കാണില്ല തന്നെ. 10 മിനിറ്റ് അല്ലേ? 15 മിനിറ്റ് അല്ലേ? 10 മിനിറ്റ് 2 സെക്കൻഡ് പിടിച്ച്. ഞങ്ങൾ കണ്ടുപിടിച്ചു. 10 മിനിറ്റ് 2 സെക്കൻഡ് അല്ലേ? 10 മിനിറ്റ് 2 സെക്കൻഡ് അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. 10 മിനിറ്റ് 2 സെക്കൻഡ്. ഇനി അടുത്ത റൗണ്ട് തുടങ്ങിയാണ്. പോയി കളിച്ചോ.
5 മണി വരെ നമ്മളിവിടെ തന്നെ ഇരിക്കണം. ടൈം തുടങ്ങിയിരിക്കുകയാണ്. അവസരം തന്നെ 22 സെക്കൻഡ് ഗൈസ്. 22 സെക്കൻഡിനുള്ളിൽ ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പം ഗൈസ് ഇനി മൂന്നാമത്തെ റൗണ്ടല്ലത്. മൂന്നാമത്തെ റൗണ്ടിൽ ഞാനോട് എടുക്കാണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഒളിച്ച സ്ഥലത്ത് തന്നെ ഒളിച്ചിരിക്കുകയാണ്. 22 സെക്കൻഡിൽ കണ്ടുപിടിച്ചതായാലും. അപ്പോൾ പോയി എണ്ണിക്കോ. 5 വരെ സമയമുണ്ട്. 5. അപ്പോൾ ഗൈസ് ഇനി ഞാൻ എവിടെ വിളിച്ചിരിക്കുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല ഗൈസ്. പ്ലാൻ ചെയ്യണം ഗൈസ്. അനീസ് ബ്രോ ആണ് എനിക്ക് ഐ ഡി പറഞ്ഞത്. എവിടെയാണ് എന്തായാലും ഞാനാണ് ലീഡിലിപ്പോൾ. കിണറിൻ്റെ ബാക്കില് ഒരു അമ്മായും വരില്ല എന്ന് പറയുന്നത്. ഏത് ബാത്റൂമിൻ്റെ നല്ല ഐഡിയ ആണ് ഗൈസ്. ബാത്റൂമിൻ്റെ ബാക്കിൽ വിളിച്ചിരിക്കുക. ഹൗസ് പറഞ്ഞെടുക്കാൻ പാടില്ല കേട്ടോ. കിണറിൻ്റെ ബാക്കിനെക്കാട്ടും നല്ലതാണ് ബാത്റൂമിൻ്റെ ബാക്കിൽ. പക്ഷേ അവിടെ നന്നായിട്ട് ഇങ്ങോട്ട് കാണുന്നുണ്ട്. ഇനി നമ്മൾ സൂക്ഷിച്ച് കളിക്കണം. എപ്പോഴാണ് ലീഡർ ബോർഡ് തല തിരിഞ്ഞ് പറയാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കിണറിൻ്റെ ബാക്കിലാണ് ഒന്നുകൂടി സേഫായിട്ട് എനിക്ക് തോന്നുന്നത്. എവിടെ നിന്നും കാണാൻ പറ്റില്ല. എന്നാൽ അമ്മായി അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ കണ്ടിട്ട് വരും. അപ്പോൾ നമുക്ക് അവിടെ കിണറിൻ്റെ ആ ഭാഗത്ത് ഒളിച്ചിരിക്കേണ്ടി വരും. ഈ ഒരു അറ്റത്ത് ഒളിച്ചിരിക്കേണ്ടി വരും. ആ അറ്റത്ത് ഒളിച്ചിരുന്ന സമരം അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ കണ്ടെന്നും വരും. ദേശീയ വഴിയിലൂടെയാണ് സമരം വരുന്നത്. ഗൈസ് എൻ്റെ കാലുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കി, അതാണ് പ്രശ്നമായത് ഗൈസ്. 1 മിനിറ്റ് 55 സെക്കൻഡ്. അപ്പോൾ ഗൈസ് അടുത്ത് ഞാൻ എവിടെ വിളിക്കുന്ന പ്ലാൻ ചെയ്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് പ്ലാൻ ചെയ്യാം ഗൈസ്. ഗൈസ് ജസാമാരത്തെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. വെറും 10 സെക്കൻഡ് ഉള്ളു. 10 സെക്കൻഡ് കട്ടിൻ്റെ ഇടയിൽ വിളിച്ചിരിക്കുകയാണ്. 10 സെക്കൻഡിനുള്ളിൽ കണ്ടുപിടിച്ചു. അപ്പോൾ ഗൈസ് ജസാമാരത്തിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. വെറും 10 സെക്കൻഡിനുള്ളിലാണ് കണ്ടുപിടിച്ചത്. 10 സെക്കൻഡിനുള്ളിൽ കണ്ടുപിടിച്ചു. 10. ഇനി നമ്മൾ പനിഷ്മെന്റ് എന്താന്ന് പറഞ്ഞുതരാം. എന്താണ് ഞാൻ ചെയ്യുന്നില്ല. ഇനി ഒരു റൗണ്ട് കൂടി ഉണ്ട്. പറഞ്ഞോ. പണിഷ്മെന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ട് കുടിക്കാൻ. സ്പെഷ്യൽ ജ്യൂസാണ്. അതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ലാസ്റ്റ് പറഞ്ഞു. ഭയങ്കര ഹെൽത്തിയാണ് ഗൈസ്. ഞാനാണ് പോയിട്ടുണ്ട് കേട്ടോ വിളിക്കാൻ. 5:24 വരെ കേട്ടോ. അപ്പോൾ ഗൈസ് 5:24 വരെ എനിക്ക് സമയമുണ്ട്. അതിനുള്ളിൽ വെള്ളമാണ്. ഞാനവിടെ വിളിക്കാൻ പോകുന്ന ജസാമാരെ മേലെയാണുള്ളത്. മേലെ കോടിൻ്റെ അടിയിൽ ഞാൻ വിളിക്കാൻ പോവുകയാണ്. സമരം ഇല്ല എന്ന് പ്രതീക്ഷിക്കാം. പെട്ടെന്ന് കണ്ടാൽ സീനാകും. ടൈമായി 3 സെക്കൻഡ്. അപ്പോൾ ഗൈസ് ഇനി ജസാമറിയം മിനിമം ഒരു 15 മിനിറ്റെങ്കിലും ഓടിച്ചിരിക്കണം, അല്ലെങ്കിൽ ഔട്ടാവും. അല്ലെങ്കിൽ പണിഷ്മെന്റ് പിന്നെ ലാസ്റ്റ് ഇതാവും. പോയി ഓടിച്ചോ. പിന്നെ ഇൻ്റെ അവിടെ ഉണ്ടാവില്ല, തോറ്റ ഉണ്ടാവില്ല. ഓക്കെ ഗൈസ്, ടൈം സ്റ്റാർട്ട്സ് നൗ.
ഒരു മിനിറ്റ്, നമുക്ക് ആദ്യം അകത്ത് മൊത്തം സെർച്ച് ചെയ്തിട്ട് പോവാം. താങ്കൾ എവിടെയാണ്? എൻ്റെ ഓരോരോ സംശയങ്ങളെ പുറത്തിറങ്ങി നോക്കാം. ചിലപ്പോൾ പുല്ലുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കാണാനില്ല, ചിലപ്പോൾ ഉള്ളിൽ തപ്പാവും. ഓക്കെ, അപ്പം ഞാൻ വരുന്നുണ്ടോ നോക്കാം. ജസമറിയമായിട്ട് അതൊന്നും കാണാൻ പറ്റൂല. സൗണ്ട് ഉണ്ടാക്കാതെ പോകാം. നമുക്ക് ആ സൈഡിൽ കൂടെ പോകാം. ഈ ചെരുപ്പിന് ഭയങ്കര സൗണ്ടാണ്. സൗണ്ടില്ലാത്ത ചെരുപ്പ് ഇതാ. ആ കണ്ടുപിടിച്ചു ഗൈസ്, കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു ഗേറ്റിന്റെ അപ്പുറത്ത് തന്നെയുണ്ട് ഗൈസ്. സവറ പുറത്തേക്ക് വന്നേക്ക്. സമരം ഔട്ടായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ജസമരം ഇവിടെ ഔട്ടായിരിക്കുകയാണ് ഗൈസ്. ഇതിനോട് പണിഷ്മെൻറ്റ് ഒരു ജ്യൂസാണ്. ഇതിൽ എന്തൊക്കെയുണ്ട് പറയും, എന്തൊക്കെയുണ്ട് പറയാം. ആ ജ്യൂസിൽ എന്തൊക്കെയുണ്ട്? ഇഞ്ചിയുണ്ട്, പിന്നെ കുക്കുമ്പറുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ഉണ്ട്, ഉപ്പുണ്ട്, കുറച്ചുള്ളൂ, എല്ലാം കുറച്ചുള്ളൂ, എല്ലാം കുറച്ച്. വല്ലാത്തൊരു പരിപാടി. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ചെവിയിലേക്ക് പുളിയിറങ്ങി അടിച്ച് കേസ് പറയാനില്ല. നല്ല തണുപ്പ് കൂടി ആയപ്പോൾ അടിപൊളിയുണ്ട്. നമ്മുടെ ഈ മാതപ്പ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്മെല് ചെയ്ത് നോക്കൂ, എങ്ങനെയുണ്ട്? ആ ഇഞ്ചിയാണ് പ്രശ്നമായത്, വേറെ ഒന്നും കുഴപ്പമില്ല. എന്തൊക്കെയുണ്ട് എന്ന് അനീസ് റഹ്മാൻ ഇവിടെ ഗസ് ചെയ്തോണ്ടിരിക്കുകയാണ്. വെളുത്തുള്ളി ഇല്ല, വെളുത്തുള്ളി ഇടാൻ മറന്നാണ്. മുളക് പൊടി ഉണ്ട് കുറച്ച്. ആ മുളക് പൊടി ഉണ്ട്. കൊക്ക വേണ്ട. സാധനങ്ങളൊക്കെ അതേപോലെ അവിടെ തന്നെ കൊണ്ടുവച്ചാളട്ടോ. അയ്യോ, ആദ്യമേ ട്രൈപോഡ് പിടിക്കുകയാണ് ഗൈസ്. ഓക്കെ, ആ കുറച്ച് നമ്മുടെ ഈ മാതത്തിന് ബാക്കി വെച്ചു. ഓക്കെ ഓക്കെ, ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം. മറ്റേ വീഡിയോ കണ്ടുപിട്ടാം. ബൈ.